ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ MPCE 021 കൗൺസിലിംഗ് സൈക്കോളജിയുടെ ബ്ലോക്ക് 4, നമ്മളുടെ അവസാനത്തെ ബ്ലോക്കായ ബ്ലോക്ക് 4ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നോക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിനു മുമ്പായിട്ട് MPCE 021ൻ്റെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3ലെയും എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതുപോലെ തന്നെ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്ലോക്ക് 4ലെയും അതുപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. ബ്ലോക്ക് 4ൽ നമുക്ക് പഠിക്കാനുള്ളത് 4 തരത്തിലുള്ള മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ കൗൺസിലിങ്ങിനെ കുറിച്ചും അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുമാണ്. അതിൽ നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് എന്താണ് ഡിപ്രഷൻ, അതുപോലെ തന്നെ അതിൻ്റെ കോസ് എന്താണ്, അതിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് 10 മാർക്കിനും അതുപോലെ 6 മാർക്കിനും 3 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. നമ്മുടെ ഈ ബ്ലോക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് 10 മാർക്കിനും 6 മാർക്കിനും വന്നിട്ടുള്ള ഒരു യൂണിറ്റാണിത്. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതിലെ കോസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ ആണ്. നമ്മുടെ എക്സാമിന് തീരെ പ്രാധാന്യമില്ലാതെ ഇതുവരെ ഒരു ക്വസ്റ്റ്യൻസും കണ്ടിട്ടില്ലാത്ത ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇതിൽ പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അതിലെ സിംറ്റംസ് എന്താണ്, കോസ് എന്താണ്, ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്. ഇതിൽ എന്താണ് ഈറ്റിംഗ് ഡിസോർഡർ, ടൈപ്സ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ, കോസ്, അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് ഇതിൽ പറയുന്നത്. ഇതിലെ എല്ലാ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതിലെ സൈൻ ആൻഡ് സിംറ്റം ഓഫ് ഡിപ്രഷനും അതുപോലെ തന്നെ ഇതിൻ്റെ കോസ് ഓഫ് ഡിപ്രഷനും നമുക്ക് 10 മാർക്കിനായിട്ട് നമുക്ക് ജൂൺ 2022ലും അതുപോലെ തന്നെ ജൂൺ 19ലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷനും ഇതിൽ 10 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ മെയിനായിട്ട് വരുന്നത് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്നുള്ളതാണ്. ഇത് 3-4 തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് 3 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് തിയറീസും അതുപോലെ തന്നെ ഹെൽപ്ലെസ്നെസ് തിയറീസ് എന്നുള്ളതൊക്കെയാണ്. ഈ ഒരു ബ്ലോക്കിലെ ബാക്കി 3 യൂണിറ്റിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. രണ്ടാമത്തെ യൂണിറ്റാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു യൂണിറ്റാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ്. ഇതിലെ ക്ലസ്റ്റേഴ്സ് ഓഫ് പേഴ്സണാലിറ്റിയിലെ ക്ലസ്റ്റർ C പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് കുറേ തവണയായിട്ട് 10 മാർക്കിനും 6 മാർക്കിനുമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 4-5 തവണയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ക്ലസ്റ്റർ B പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള കോസ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡറും അതുപോലെ തന്നെ അതിൽ തന്നെ നേച്ചർ ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡറും ഒരുമിച്ചായിട്ട് നമുക്ക് 2 തവണയായിട്ട് essay ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ 2023 നമുക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒറിജിൻ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റിയിൽ പാരനോയിഡ് പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയും നമുക്ക് ഒരുപാട് തവണ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഇയറും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചാപ്റ്ററാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ യൂണിറ്റാണ് ഈറ്റിംഗ് ഡിസോർഡർ. ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷനും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറും കോസ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് ടൈപ്സ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ ആൻഡ് കോസ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറും ഒരുമിച്ചാക്കിയിട്ടാണ്. അത് 10 മാർക്കിനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറിലെ അനോക്സിയ നെർവോസ്, ബുളിമിയ നെർവോസയെ കുറിച്ചും നമുക്ക് 3 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
കോസ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറും ട്രീറ്റ്മെൻറ്റ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡറും ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് essay ക്വസ്റ്റ്യൻസ് 10 മാർക്ക് essay ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഭാഗവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ കൂടെ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിലെ 4ാമത്തെ ബ്ലോക്കിലെ 3 ചാപ്റ്റേഴ്സും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നുള്ള ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.